തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി അബ്ദുള്ളയ്ക്ക് മർദ്ദനമേറ്റു. മുൻപ് മർദ്ദനമേറ്റ ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ സുഹൃത്താണ് അബ്ദുള്ള. തന്നെ മർദ്ദിച്ചത് SFI പ്രവർത്തകരാണെന്ന് അബ്ദുള്ള പോലീസിൽ പരാതി നൽകി. രാവിലെ ഞാൻ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. അപ്പം കുറച്ച് SFI പ്രവർത്തകർ വന്നിട്ട് ഇതേപോലെ ബ്ലഡ് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇരുന്നപ്പോൾ അവൻ പറഞ്ഞു നമ്മളിപ്പോൾ കൊടുത്തിട്ട് 2 മാസം ആകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാറിനൂടെ ഇതാണെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് വേറെ കൈലാസ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് ബെഞ്ചിൻ്റെ മേലിലേക്ക് കയറി നിന്നിട്ട് എന്നെ കുത്തിക്കൊല്ലും, ഇതാണ് നിനക്ക് എന്നെ അറിവിടാത്തതുകൊണ്ടാണ് നീ വീട്ടിൽ കിടന്നിറങ്ങൂല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ പ്രവർത്തകർ വന്നിട്ട് എന്നെ യൂണിറ്റ് റൂമിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് പുറത്തുള്ള ആൾക്കാർ എനിക്ക് അറിയണ്ട, അവരൊന്നും കണ്ടിട്ടില്ല. ഇതേപോലെ ചെയർപേഴ്സൻ്റെ അടുത്ത് എന്തിനാണ് നീ പറഞ്ഞത്, നിങ്ങൾ മര്യാദയ്ക്ക് കിടക്കാറുണ്ട്, നിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മളെന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല അവരെന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിട്ട്. ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് വെളിയിലിറങ്ങാനും ഒരു 6 പയ്യന്മാർ ബൈക്ക് തടഞ്ഞു നിർത്തി അടിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, വിശദാംശങ്ങൾ. രുചിഷ്, നേരത്തെ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള കുട്ടിക്ക് കൂടി മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇത് വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിക്ക് SFIയുടെ മർദ്ദനമേറ്റിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരാതി കന്റോൺമെന്റ് സ്റ്റേഷനിൽ അല്പം മുമ്പാണ് നൽകിയിട്ടുണ്ടായത്. ഈ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 1ാം വർഷ വിദ്യാർത്ഥി അബ്ദുള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സുഹൃത്ത് കൂടിയാണ് ഈ വിദ്യാർത്ഥി. ഒപ്പം തന്നെ ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അതേ പ്രതികൾ തന്നെയാണ് ഈ നിലവിൽ അബ്ദുള്ളയെ മർദ്ദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ രക്തദാനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കോളേജിൽ. അതിൽ രക്തദാനം ചെയ്യാൻ പോകുമോ എന്ന് ഇവരോട് ഈ SFIക്കാർ ചോദിച്ച സമയത്ത് 2 മാസം ആവുന്നതേ ഉള്ളൂ രക്തദാനം ചെയ്തിട്ട് എന്ന് അവർ മറുപടി നൽകിയിരുന്നു. ആ മറുപടി നൽകിയതിനു ശേഷം തിരിച്ചുപോയി വീണ്ടും പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. അവിടെ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അബ്ദുള്ളയുടെ തലക്ക് ഹെൽമറ്റ് ഉപയോഗിച്ച് ഉൾപ്പെടെയാണ് അടിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ ഇടിമുറിയിൽ കൊണ്ടുപോയി ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച അതേ വിദ്യാർത്ഥികൾ ഈ അബ്ദുള്ളയെ കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുൾപ്പെടെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് തിരിച്ച് ഈ യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ തിരികെ അബ്ദുള്ളക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇരു പരാതികളിലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. രുചിഷ്. ശരി അഞ്ജു.